ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് മുംബൈ സ്റ്റൈൽ പാവ് ഭാജി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണില്ലേ അതൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പാവ് ഭാജി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലാണ് പാവ് ഭാജി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുക്കർ ചൂടാകുമ്പോഴേക്കൊന്ന് ഞാനിതിലേക്ക് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, വേജ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ ഓയിൽ ചൂടാകുമ്പോഴേക്കൊന്ന് ഇതിലേക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ടേറ്റ് ഇതിൻ്റെ ഒക്കെ തന്നെ 1 സ്പൂൺ പാവ് ഭാജി മസാല ഇട്ട് കൊടുക്കാം. ഈ മസാല കരിയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒക്കെ തന്നെ 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ തക്കാളീനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തിട്ടായിട്ട് ഇതിലേക്ക് ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീട്രൂട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇടയില്ലേ ചെറിയൊരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒരു കളറിനും വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് എടുത്തത്. പിന്നെ 1 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മട്ടർ. അപ്പോൾ പച്ച പട്ടാണിയില്ലേ അത് നിങ്ങളെടുത്തുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തില്ല. എൻ്റെ അടുത്ത് ഉള്ള വേജ് വെച്ചാണ് ഞാനിപ്പോൾ പാവ് ഭാജി തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 ഗ്ലാസ് വെള്ളവും കൂട്ടിയിട്ട് വേവാൻ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിലെടുക്കുക. പിന്നെ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് 2 വിസിലെടുക്കാം. ഇനിയിപ്പോൾ ഈ വേജ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിലേക്ക് 1 സ്പൂൺ ഓയിലും 3 സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോഴേക്കുന്ന ഇതിലേക്ക് ക്യാപ്സിക്കവും നീരുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1.5 ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ക്യാപ്സിക്കവും അതിൻ്റെ പകുതിയും. അപ്പോൾ അത് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് നീരുള്ളി ചേർത്ത് കൊടുക്കാം. അതേ സെയിം അളവിലാണ് നീരുള്ളി എടുക്കേണ്ടത്. വലുതാണെങ്കിൽ 1 നീരുള്ളിയും അതിൻ്റെ പകുതിയും, പിന്നെ ചെറുതാണെങ്കിൽ 2 നീരുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഉള്ളി നല്ലോണം വെന്ത് കളറൊന്നും ചേഞ്ച് ആവാൻ വെക്കണ്ട. ഉള്ളിയുടെ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടിയാൽ മതി. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 സ്പൂണ് പാവ് ഭാജി മസാലയും 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബട്ടർ കൂടുതലായി വേണ്ടവർക്ക് കൂടുതലായി ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കയ്യിലിങ്ങനെ എടുത്തിട്ട് കുറച്ച് പൊടിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനിയിലേക്ക് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. മല്ലിയില കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ കളറിനും വേണ്ടിയിട്ട് ഒരു പിഞ്ച് കളർ ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 മുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1 മുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി. സെർവ് ചെയ്യുന്ന സമയത്ത് കൂടുതലായി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് തിളക്കാൻ വെക്കാം. ഇപ്പം നമ്മുടെ വേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ മസാലയിലേക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഇനി ഈ വേജിനെ നല്ല പാങ്ങല ഉടച്ചെടുക്കണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും പിന്നെ നോമ്പ് സമയത്ത് നോമ്പ് തുറ വിഭവമായൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ പാവ് ഭാജി ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി ഒരു പാനിലേക്ക് ഒരൽപ്പം ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ പാവ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങളെ മക്കളില്ലേ വേജ് കഴിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, എന്തായാലും കഴിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ സൂത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വേജ് കഴിപ്പിച്ചെടുക്കുന്നത്.
ഒന്നുകിൽ വേജ് സാൻഡ്വിച്ച്, ഇല്ലെങ്കിൽ പാവ് ഭാജി, ഇല്ലെങ്കിൽ വേജ് ഷവർമ്മ. നമ്മളിപ്പോൾ നമ്മളെ മക്കൾക്ക് നോൺ വേജ് കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേജ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതും നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് വേജ് കഴിപ്പിക്കാൻ ശീലിപ്പിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരേക്കും ബൈ.